ഹായ് ഫ്രണ്ട്സ്, എനിവടിക്കാണ്ട് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻസിക്ക് പൂ കണ്ടപ്പോൾ പൂവിൻ്റെ അടുത്ത് നിന്നൊരു വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ. അതുകൊണ്ടാണ് ഈ പൂവിൻ്റെ അടുത്ത് നിൽക്കുന്നത്. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പമ്പിൽ ശരിക്കും ഞങ്ങൾ രാത്രി വന്ന് അപ്പോൾ ഞങ്ങൾ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ ഞങ്ങളൊന്ന് കുളിച്ചോട്ടെ. അപ്പോൾ അതിൻ്റെ ഓണർ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു കുളിക്കാനൊന്നും പറ്റൂല, നെയ് എന്ന് പറഞ്ഞേ. കുറച്ച് കഴിഞ്ഞ് ഓണറിൻ്റെ ഫാദറും കൂടി ഇവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, അതെ നിങ്ങൾ കുളിക്കണമെങ്കിൽ കുളിച്ചോ, ഓണർക്ക് അതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വേറെ വണ്ടികളൊന്നും നിർത്താൻ സമ്മതിക്കാത്തത്. നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നുകൊണ്ടാണ് നിങ്ങളെ നിന്നോളാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഇപ്പോൾ രാവിലത്തെ പല്ലുതേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ മെല്ലെ പോവുകയാണ്. നമ്മളിപ്പോൾ എവിടെയാണ്? രാജസ്ഥാൻ. നമ്മളിന്ന് ഗുജറാത്ത് കയറും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്താണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പോവാം അല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇവിടുന്ന് എണ്ണ ഫുള്ളാക്കിട്ട് പോവാം. അതെ, നമുക്ക് കിടക്കാനും കുളിക്കാനൊക്കെ നമ്മളെ സമ്മതിച്ചതല്ലേ. ഞങ്ങൾ എല്ലാ ദിവസവും ആ പമ്പിൽ നിന്ന് തന്നെ എണ്ണ അടിച്ചിട്ടുണ്ട്. വന്നപ്പോ നമ്മൾ എന്തായിരുന്നു തീരുമാനിച്ചത്? ഇവിടുന്ന് എണ്ണ അടിക്കുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ എണ്ണ അടിക്കണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇന്നലെ എണ്ണ അടിച്ചത് കൊണ്ട് ഇവിടുന്ന് അടിക്കണ്ടെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ 2 കിട്ട കുറവുള്ള പോലെ തോന്നി. ഇവിടുന്ന് അടിക്കാന്ന് വിചാരിച്ചിട്ടോ. നമ്മള് രാജസ്ഥാനിൽ കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമ്മളന്ന് രാജസ്ഥാനിൽ കേറിയ പോലെയല്ല. കേറിയ പോലെയല്ല. ഇത്രയും ഇന്നലെ വന്ന പോലെയല്ല. ഇന്നലെ വന്നത് ഫുള്ള് ആകെ കാണാനുണ്ടായിരുന്നത് മയിലിനെ മാത്രമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ മയിലൊന്നും കാണാനില്ല അല്ലെ? എനിക്കൊന്ന് ആ ഒരു ഏരിയന്റെ ആയിരിക്കും. ചിലപ്പോ അവിടെ വല്ല ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നല്ല സ്ഥലമായിരിക്കും അത്. ചിലപ്പോ ആയിരിക്കാം. കാരണം ഇത് ഈ ഒരു ഏരിയ നമുക്ക് ഫുള്ള് നല്ല വഴി, നല്ല കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ. എത്ര സമയം കഴിഞ്ഞ ഒരു പമ്പ് കിട്ടിയത്? പമ്പൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ അവിടുത്തെ ഒരു പമ്പിൽ പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ ആരും പോവാത്തൊരു സ്ഥലമായതുകൊണ്ട് അത് മാത്രമല്ല, പമ്പിന്റെ ബാത്റൂം ഒക്കെ നല്ല ക്ലീൻ ബാത്റൂമാണ്. വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഇത് ഇങ്ങനത്തെ വഴിയിലേ ബൈക്കുകാർ കണ്ടോ? ആ വരേന്റെ അപ്പുറത്ത് കൂടെ ബൈക്കുകാർ പോകുള്ളൂ. ഇവിടെ ഉള്ളവര് കേട്ടോ. ഇന്നലെ നമ്മള് വേറെ ചേട്ടനെ കണ്ട ഈ ചേട്ടനെ, ആ ചേട്ടൻ ഇതിലേ കൂടെ പോയത്. അത് വേറെ സംസ്ഥാനത്ത് നിന്ന് വന്ന ചേട്ടനായിരുന്നു. ഇവിടെ ഉള്ള ആൾക്കാര് അങ്ങനെ പോകുള്ളൂ. ഞങ്ങള് രാവിലത്തെ ചായ പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ടോ. നമ്മളൊരു കട ഉച്ചക്കത്തെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത്. ഡെയിലി നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടാ കാണുന്നവരെന്ത് വിചാരിക്കും? നമുക്ക് പോയി കഴിക്കാം. എന്താണുള്ളത് നോക്കാം. അപ്പൊ ഇന്ന് ആൻസിക്ക് സാമ്പാറും ഇഡ്ഡലിയാണ് കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കി ആൻസി. അത് സാമ്പാറും ഇഡ്ഡലിയും കണ്ട ആൻസിന്റെ ഒരു ചിരി കണ്ടോ? എങ്ങനെയുണ്ട്? നമ്മുടെ ഇഡ്ഡലിയായിട്ടൊരു ബന്ധമില്ലല്ലേ? അതുകൊണ്ടാണ് ഞാൻ സാമ്പാറല്ല, എന്നാൽ സാമ്പാർ കോരി കുടിച്ചോ. അല്ല ആൻസി, ഞാൻ വേറെ കാര്യം പറയട്ടെ. അതുകൊണ്ടാണ് ഞാൻ പൂരിയും കടലക്കറിയും പറഞ്ഞത്. മനസ്സിലായോ? അതെവിടെ ഉണ്ടാക്കിയാലും ഒരേ ടേസ്റ്റ് ആയിരിക്കും. പറയൂ. ആ ചമ്മന്തി കൂട്ടി എന്ത് ഇല്ല? എന്നാ അതിങ്ങനെ നിന്നോട്ടെ. കുഴപ്പമില്ല. ഇത് ചമ്മന്തി കൂട്ടി കഴിക്കും. എന്റെ എന്താണോ വരാത്ത. ചേട്ടൻ്റെ പൂരിയും കറിയൊക്കെ വന്നുണ്ടോ? നല്ല കളർഫുൾ കറി. നമ്മുടെ നാട്ടിലെ കടലല്ല, വെള്ളക്കടലയാണ്. പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് ആദ്യം ഇത് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഇഷ്ടം. അങ്ങനെയല്ല, എനിക്ക് ഇതുണ്ടല്ലോ. എങ്ങനെയുണ്ട്? അതിന് പിന്നെ അഭിപ്രായം പറയാനൊന്നുമില്ലല്ലോ അല്ലേ? നല്ല പൂരിയാണല്ലേ? എപ്പോഴും ഞാൻ അഭിപ്രായം പറയുമ്പോൾ എല്ലാവരും പറയുന്നത് നെഗറ്റീവായിട്ട് തന്നെ പറയണം. സത്യസന്ധമായിട്ട് പറയണം. ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് ഇഡ്ഡലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ളൊരു ഇഡ്ഡലി അല്ലേ, അതൊന്നും അങ്ങനത്തെ പുളിപ്പൊന്നും ഇല്ലാന്ന് മാത്രം. അതേ പറഞ്ഞ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട്, ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? എന്നാ കഴിച്ചോ. പൂരിയും കടലക്കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഇഷ്ടപ്പെട്ടു. ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇങ്ങനെ, പക്ഷെ ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ ചായ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊടുത്ത് ഇവിടെ പക്ഷേ നമ്മൾ ചായ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും, കഴിച്ചു കഴിയുമ്പോഴത്തേക്കും പോലെയൊന്നുമില്ല. ഇപ്പൊ അതുപോലെ നമുക്ക് അല്ല നേരത്തെ വേണമെന്ന് നേരത്തെ തരും, അതല്ലെങ്കിൽ നമ്മൾ കഴിച്ച് കറക്റ്റ് കഴിയുന്ന സമയത്ത് കൊണ്ടുപോകും. ചായ എങ്ങനെയുണ്ട്? ചായ സൂപ്പർ. ആണോ? ഏതെങ്കിലും ഒന്ന് സൂപ്പറായി കിട്ടിയില്ലേ? അതെ.
ഞങ്ങള് ഇങ്ങനെ യാത്ര പോകുന്നവർക്ക് ഒരു ടിപ്പ് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ കുറേ വണ്ടിയുള്ള കട നോക്കി കയറും. അത് നല്ല വലിയ അത്യാവശ്യം വൃത്തി ഉണ്ടാവണം. എന്നാൽ കുറെ വണ്ടികളൊക്കെ ഉണ്ട്, സേഫ് ആയിട്ടുള്ളതാണ് ഉറപ്പുണ്ടാവുമല്ലോ. കുറെ ആൾക്കാരുണ്ടാവുമല്ലോ കേട്ടോ. ഞങ്ങൾ അങ്ങനെ 2-3 പ്രാവശ്യം പറ്റിക്കപ്പെട്ടു ഗൈസ്. ഇതുണ്ടോ പട്ടി. ഇവിടുന്ന് അങ്ങോട്ട് കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അവര് എടുത്തു പോയതൊന്നും അല്ലേ ഈ കടക്കാർ. പക്ഷെ എന്താ അറിയോ സംഭവം അറിയോ, ഈ കടക്കാരെ തന്നെ വണ്ടിയാ. ഈ കടയിലുള്ള സ്റ്റാഫുകളുടെ ഈ വണ്ടീന്റെ കാറ്റ് പോലും ഇല്ല. ഇതിലെ സ്റ്റാഫുകളുടെ വണ്ടി തന്നെയാണ്. നിരത്തി അങ്ങ് ഇടും. അതാവുമ്പോ ആൾക്കാർ കുറെ ഉള്ള പോലെ ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ ഇതേപോലെ ഈ ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരുണ്ടല്ലോ, അവർക്കും ചെയ്യാവുന്ന ട്രിക്കാണല്ലേ. വീട്ടിലുള്ള എല്ലാ വണ്ടിയും എടുത്ത് ഇതേപോലെ ഇടുക. അപ്പൊ നോക്കുമ്പോ ഭയങ്കര തിരക്ക്, ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പൊ എന്തായാലും ആൾക്കാർ കയറും. ഇത് ഇങ്ങനെ ഒരു സാധനം വേണം കേട്ടോ. ഇതെന്താണ് സാധനം? ഇത് എനിക്ക് തോന്നുന്നു ഗ്യാസിന് നല്ലതായിരിക്കും. ഞാൻ കഴിച്ചു നോട്ടെ. ഇത് മണത്ത് നോക്ക്. ഇത് ജീരമുട്ടായി, പെരുംജീരകം, അങ്ങനത്തെ സാധനം. നമ്മുടെ പഴയ റോജാപ്പാക്കില്ലേ, സെയിം ടേസ്റ്റ്. അധികം തിന്നണ്ട. ശരി. ഇതെന്താ സാധനം ചേട്ടേ? ഞാൻ ആ സാധനമല്ല നോക്കിയേ, ആ വണ്ടിക്ക് എത്ര ടയർ ഉണ്ടെന്ന്. എന്റെ മാതാവ്, ഇത് തലയുടെ ഫ്രണ്ടി വലിക്കുന്നുണ്ട്. ഒരു ചെറിയ വണ്ടി, ഇത്രയും ടയർ ഉണ്ടോ ഈ വണ്ടിക്ക്? കുഞ്ഞൊരു വണ്ടിയാണ്. ഇമാതിരി സാധനമാണ്. ഇത് എന്ത് സാധനമായിരിക്കും? എന്തെങ്കിലും വലിയ എന്തോ സാധനമാണ്. എന്തോ ഒരു മിഷൻ ആയിരിക്കും. മിഷൻ ആയിരിക്കും. എന്തായാലും പോവാം. രാത്രിക്ക് ഓടുള്ളത്. രാത്രിക്ക് അത് അങ്ങനെ രാത്രിക്കേ വിടുള്ളൂ ഈ സാധനം. അത്രയ്ക്ക് സാധനം ഉണ്ട്. അത്രയും വെയിറ്റും ഉണ്ടാവൂലേ. ആ ചേട്ടനൊക്കെ ഉറക്കം ക്ഷീണം കാരണം ഉറങ്ങും. രാത്രി ഫുള്ള് ഓടുമല്ലേ. ഇതേ അടുത്തത് കിടക്കുന്നത് കണ്ടോ. അതിനകത്തൊരു കൂടാരം പോലെ ആക്കിയിട്ടേ കുക്കിങ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇനി കപ്പലിന്റെ ഒക്കെ വല്ല സാധനമാണോ? ഇതിലുള്ള ഈ പൊടി ഉണ്ടോ ലോറിയല്, അത് മാർബിളിന്റെ പൊടി മുറിച്ച് കഴിയുമ്പോ കിട്ടുന്ന പൊടി ഉണ്ടല്ലോ, ആ സാധനം. നമ്മള് നാട്ടില് മറ്റേ ഇതിനൊക്കെ ഉപയോഗിക്കില്ലേ ചിലര് മുറ്റത്തൊക്കെ ഇടാൻ വേണ്ടി. നമ്മുടെ അറക്കപ്പൊടി അല്ല, കല്ലുപൊടി ഉണ്ട്, കൊത്തിക്കോരി, അതേപോലെ സാധനമാണ്. അതാ ഇട്ട അവിടെ സെറ്റായി കിടന്നോളൂല്ലേ. പക്ഷെ പൊടി ഉണ്ടാവും ഭയങ്കരമായിട്ട്. പൊടി ഉണ്ടാവും. പിന്നെ നല്ല വണ്ടികളൊക്കെ 2 പ്രാവശ്യം കയറി അകമൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും, വെള്ള കളറായിട്ടിരിക്കും. വീടിന്റെ ഉള്ളിലൊക്കെ അത് ചിലപ്പോ വീടിന്റെ ഉള്ളിലിടാൻ കൊണ്ടുപോകുന്നതായിരിക്കില്ല. അത് എവിടെയെങ്കിലും ഇട്ടിട്ട് അതിന്റെ മേളിൽ എന്തെങ്കിലും ഇടാലോ. മറ്റേ കല്ല് പാകാനൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും. അങ്ങനെ നമ്മള് ഒരു തുരങ്കം കയറാൻ പോകട്ടെ. അത് പാറയൊക്കെ കണ്ടിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചീന്തിരിക്കുന്ന പോലെ. നമ്മള് ഒട്ടകത്തെയൊക്കെ കുറെ കണ്ടതാണല്ലോ അല്ലേ? ഒട്ടകത്തെയോ? ഓ ഇഷ്ടംമാതിരി. പുറത്തൊന്നും കേറിയില്ല, പക്ഷെ കൊറേ കണ്ടതാ. ശരിക്കും നമ്മള് കുതിര കയറിയില്ലേ, അതേപോലെ ഒരു ഒട്ടക റൈഡ് നടത്തണ്ടേ ആയിരുന്നല്ലേ. സൂപ്പറായേനെ. പക്ഷെ ഇതിന്റെ അത് വെളിച്ചൊന്നുമില്ല, വെളിച്ചം കുറവല്ലേ. എന്നാലും ഈ മല മുറിച്ചത്ര എത്തിച്ചപ്പോഴത്തേക്കും അത്രയും ദൂരം സേവ് ചെയ്തിട്ടുണ്ടാവും ചേട്ടേ. ഇതുണ്ടോ ഈ സ്ഥലത്തിന്റെ ഒക്കെ ഈ സൈഡിൽ കൂടി ഒക്കെ പോയി കഴിഞ്ഞാലേ ഈ പാറയൊക്കെ ഇടിഞ്ഞു വെട്ടി വീഴും. അങ്ങനത്തെ സ്ഥലമാണ്. കാരണം ഇത് നല്ല പുതിയ റോഡായതുകൊണ്ട് ഈ സൈഡൊക്കെ ഇടിച്ചിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഈ സൈഡിൽ കൂടി ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഓരോ കല്ലുകളൊക്കെ ഉരുണ്ട് കെട്ടി വീണ് കിടക്കുന്നത്. അതൊക്കെ പോലത്തെ വലിയ വലിയ കല്ലുകൾ കേട്ടോ. രാജസ്ഥാൻ കൂടുതലും ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നേ. രാജസ്ഥാനിൽ കുറെ നമ്മൾ ഇത്രയും നേരം മണലും കാര്യങ്ങളൊക്കെ അല്ലേ കണ്ടുവന്നേ. അത് ഓരോ സൈഡിലും ഓരോ രീതിയില്. അമ്മേ, അതായത് നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് നമ്മള് പോയില്ലേ, അപ്പൊ പോയ സമയത്ത് നമ്മള് ഓർമ്മയുണ്ടോ, ഒരു 2 സൈഡ് മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലത്ത് പോയത്. പക്ഷെ നമ്മള് തിരിച്ചു വന്നപ്പോ അങ്ങനത്തെ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പൊ വന്ന സ്ഥലം കണ്ടില്ലേ, മലകള് കാര്യങ്ങള്. വയനാട്ടില് പല സ്ഥലത്തും പല രീതിയാന്ന് പറഞ്ഞ പോലെ തന്നെ അത്രേ ഉള്ളൂ. ചെറിയ നൈസ് കട്ട്. പോണ വഴിക്ക് ഒരു സംഭവം കണ്ട് ഞാൻ വണ്ടി നിർത്തി കേട്ടോ. അതായത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ രാജസ്ഥാനിലെ സാൻഡ് സ്റ്റോൺ മുറിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടേ. ഇന്ന് നമ്മൾ ഗ്രാനൈറ്റ്, അതായത് രാജസ്ഥാൻ ഗ്രാനൈറ്റിൻ്റെ കല്ല് മുറിച്ച് മൊത്തത്തിലുള്ളൊരു പ്രോസസ്സിങ് ഉണ്ടല്ലോ, അത് മൊത്തമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങളൊരു കമ്പനിയിൽ കയറി അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, കേരളത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ധൈര്യമായിട്ട് എടുത്തോളാനാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ്, അതായത് ശ്രീ ബാലാജി സ്റ്റോൺസ് എന്നാണ് കേട്ടോ.
അപ്പോൾ കറക്റ്റ് സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാവേ. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മുടെ അടുത്ത് വീഡിയോ എടുത്തോളാൻ പോകുന്നത്. ഇതൊക്കെ ഗ്രാനൈറ്റുകളാട്ടോ ഇരിക്കുന്നത്. नमस्कार, आपका नाम क्या है? मेरा नाम हरीश चौहान. हरीश चौहान. हाँ, वो इस प्लेस में करेक्ट प्लेस राजस्थान में, वो इस प्लेस രാജസ്ഥാൻ में അബു റോഡ്. അബു റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ രാജസ്ഥാനിലെ. അതായത് നമ്മൾ ഉദയ്പൂരിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഫുള്ള് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്ക് ഇനി ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്നും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. ഈ കാണുന്നത് രാജസ്ഥാനിലെ ഒരു, നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഒന്ന് പരിചയപ്പെട്ടൊരു ചേച്ചിയാണ് കേട്ടോ. നാം ക്യാ ഹേ? ടീച്ച. വോ ക്യാ ഹേ? ചൂര. ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും ആ കയ്യിലിട്ടിരിക്കുന്ന സാധനമൊക്കെ ഉണ്ടോ? എന്തായാലും നീ ആ ചേച്ചിനോട് ചോദിച്ചോ? ഞാൻ പറഞ്ഞിട്ടാണ് സംസാരിക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്ന് പോവാട്ടോ. നമുക്ക് അതിപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്നത് കട്ടിങ് ആണ്. ഇതിലും കയറാൻ തോന്നുന്നു അല്ലേ? അതുകൊണ്ട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സാധനം ഉണ്ട് കേട്ടോ. അത് വെക്കുന്ന കുഞ്ഞു പീസൊന്നുമല്ല. ഇതൊക്കെ വോ ഗ്രാനൈറ്റ് ഫുള്ള് ഗ്രാനൈറ്റ്. वो मार्बल नहीं, मार्बल ग्रेनाइट है, ओनली ग्रेनाइट, इटालियन ग्रेनाइट है. हाँ, इटालियन ग्रेनाइट. इटालियन. हाँ. वो एक पीस में कितना पैसा? बड़ा ये तो 180 है. 180 സ്ക്വയർ ഫീറ്റ് 180. ഓക്കെ, 180 രൂപയാണ്. ഫുൾ സ്ലാബ് भी है. ഇതിൻ്റെ വലിയ ഈ ഒരു മോഡലിന് വലിയ സ്ലാബ് വരുന്നുണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന്. ഇതെല്ലാം സാമ്പിളാട്ടോ ഇരിക്കുന്നത്. അത് നമുക്ക് മൊത്തത്തിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് റേറ്റും കൂടി ഒന്ന് പറയാം അല്ലേ? അപ്പോൾ നമുക്ക് മേളിലേക്കൊന്ന് പോവാം കേട്ടോ. അത് നമുക്ക് അപ്പുറത്ത് പോയിട്ട് വരാം അല്ലേ? ഇതിൽ കയറാമായിരിക്കുമോ? കയറാൻ ആൻസി വീഴല്ലേ? കയറിക്കോ, കുഴപ്പമില്ല. അത് വീഴാതെ നോക്കിയാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. അമ്മേ എടിയേ, വീഴല്ലേ, തെന്നി വീഴല്ലേ. വെള്ളമുണ്ട്, അതുകൊണ്ടാണ്. കട്ടിങ് മെഷീൻ തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് വരാം. എൻ്റെ അമ്മ, ഇത് നോക്ക്. ഇപ്പം നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ കണ്ടതേ സാൻഡ് സ്റ്റോൺ മുറിക്കുന്നതായിരുന്നേ. ഇത് നോക്ക്, ഇത് നമ്മുടെ ഒരു സുദർശന ചക്രം പോലെ ഉണ്ടല്ലേ? ഒറ്റ ടൈമിൽ ഫുള്ള് കട്ട് ചെയ്യും. അതിൻ്റെ ഒരു പാറക്കല്ല് ഞാൻ കാണിച്ചത്. ഇതാണ് ഗ്രാനൈറ്റ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ്. ഇനി അടുത്ത ഇതിൽ കുറച്ച് താത്തി മുറിച്ചെടുക്കും. ഇപ്പോൾ വരുന്ന സമയത്ത് വലിയ ചെറിയൊരു മിനുസം ഉണ്ട് കേട്ടോ. എന്നാലും ചെറിയൊരു മിനുസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മോട്ടറിൽ നിന്ന് എന്തോരം ബെൽറ്റ് ഇട്ടേക്കണേന്ന് അത് പൊളിച്ച് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞാണ്. ഇനി ഈ ഒരു കഷ്ണം കൂടി ഇനി മുറിക്കാനുള്ളൂ. അപ്പുറത്തും കൂടി ഒന്ന് പോയി നോക്കാം അല്ലേ? പീസ് ബെഡാ റോക്ക്. പുള്ളി നമ്മുടെ കൂടെ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇത് അതേപോലെ മുറിക്കുന്നൊരു സംഭവമാണ്. എനിക്ക് ഇതിൻ്റെ ഇത് കണ്ടിട്ട് ഇവിടെയാണ് ശരിക്കും പാറക്കല്ല്. ഇതൊക്കെ നമുക്ക് എന്നല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുറിക്കാത്ത ഇത് കാണുന്നത് അല്ലേ? ഇത് വലിയൊരു കമ്പനിയാണ് കേട്ടോ. അത് നമുക്ക് പോളിഷിങ്ങിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം. ഈ ഓരോ ഇരിക്കുന്ന പാറകളും പല ഡിസൈനാണ് കേട്ടോ. ഡിസൈനല്ല, പല ക്വാളിറ്റിയാണ്. ഇത് കണ്ടോ, എന്നെ വണ്ണമല്ലേ. ഇത് അതേപോലെ ഒരു ക്വാളിറ്റി, പല ക്വാളിറ്റിയാണ്. അതിൻ്റെ വേറെ പ്രത്യേകത. ഇതൊക്കെ വെള്ളം. ഇനി നമ്മൾ ഇവിടെ നിന്നൊന്ന് നോക്കിയാൽ ക്രെയിനേ. ഇത് കണ്ടോ, ഇവിടെ മൊത്തം ഇരിക്കുന്നത് ഈ കല്ലാണ് മുറിച്ചിട്ട് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഇടുന്ന ഗ്രാനൈറ്റ് ആയിട്ട് വരുന്നത്. എന്തായാലും ഇതിൻ്റെ പുറകിലൊക്കെ എന്തോരം പണി നടക്കുന്നുണ്ട്. ഇത് ചെറിയൊരു കമ്പനി അല്ല കേട്ടോ, വലിയ കമ്പനി. ഞാൻ വിചാരിച്ചോണ്ട് അപ്പുറത്തെ സൈഡ് വേറെ, ഇപ്പുറത്തെ സൈഡ് വേറെയാണ്. അടുത്ത ക്രെയിൻ. ഇത് കണ്ടോ, ഈ പാറ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇത് മുറിക്കാത്ത ഒരു പാറയാണ്. ഇതൊക്കെ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ.
അത് പൊളിച്ച്. ഇതിനി പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാവും കേട്ടോ. ഇതൊക്കെ അതേപോലെ തന്നെ. ഇവിടെ ശരിക്കും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെറുത് എല്ലാം ഇഷ്ടം പോലെ കട്ടിങ് മെഷീന് എല്ലാം ഉണ്ടല്ലേ. വലിയ ഫാക്ടറിയാണ്. നമ്മളെന്തായാലും നിർത്തിയത് കറക്റ്റ് സ്ഥലത്താണ്. ഇതുണ്ടോ, ഇതൊക്കെ അതിൻ്റെ വേസ്റ്റ് കഷ്ണങ്ങളാട്ടോ. വേസ്റ്റ് മേളിത്തെ മെഷീൻ ഉണ്ടോ, സംഭവം കൊള്ളാട്ടോ. ഇനി നമുക്ക് പോളിഷ് ചെയ്യുന്നതാണ് കേട്ടോ. പോളിഷിങ്ങിലാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ഭംഗി വരിക. ഇത് കഴിഞ്ഞിട്ട് പൂർണ്ണ രൂപം വരുന്ന പോളിഷിങ്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു റേറ്റും കൂടി ഞങ്ങളൊന്ന് പറഞ്ഞുതരാം കേട്ടോ. സംഭവങ്ങളുടെയൊക്കെ റേറ്റും കൂടി ചെറുതായിട്ട്, മൊത്തത്തിൽ പറയാൻ പറ്റൂല കാരണം അത്രയും സാധനം ഉണ്ട് ഇവിടെ. അതെ. ഇത് വലിയ മിഷനാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഇരിക്കുന്ന കല്ല് ഇങ്ങനെ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇത് പൊളിച്ചല്ലോ. ഇത് ബ്രഷുകളൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രോസസ്സിങ്ങും കാര്യങ്ങളും നടന്നിട്ടാണ് ഈ സാധനം ഇങ്ങനെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ നല്ല സൂപ്പർ സാധനമായി അല്ലേ. അതൊക്കെ വെള്ളം വെച്ചിട്ടൊക്കെ ഉള്ള പരിപാടിയാണ് അല്ലേ ഉള്ളിൽ. ഇതിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അടുക്കിയ സാധനം കൂടി ഒന്ന് കാണിച്ചു തരാവേ. ഏതാ അപ്രോക്സി. ഇവിടെ കണ്ടോ എന്തോരു സാധനമാണ്. ഇതും അതേപോലെ തന്നെ കേട്ടോ. ഇതും അങ്ങനത്തെ ഒരു വലിയ മെഷീനാണ്. അതും പോളിഷിങ്ങിൻ്റെ തന്നെ. ഇറ്റാലിയൻ മോഡൽ എന്ന് പറഞ്ഞില്ലേ, ആ ഇറ്റാലിയൻ മോഡലിൻ്റെ പോളിഷിംഗ് ആണ് അത്, ആ മെഷീൻ. എന്തോരായിരിക്കണം. ഇതിലൊക്കെ തൊട്ട് നോക്കി അറിയാം ആ ഒരു മിനുസം. ഇതും കൊള്ളാട്ടോ, ഇതും അടിപൊളിയാണ്. എന്തോരം ഡിസൈനാ. അത് ഓരോ കല്ലും ഓരോ ഡിസൈനാണ് വരിക. അത് അങ്ങനെയാണ്. ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് സെറ്റപ്പ് ആക്കും. അങ്ങനത്തെ സെറ്റപ്പ്. പുള്ളി അത് ഒറ്റയ്ക്ക് എടുത്തോണ്ട് വരുന്നത്. എൻ്റെ മോനെ അത് സമ്മതിച്ച് അല്ലേ. പോളിഷ് ചെയ്ത സാധനം ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ. അതും ഈ ഒരു കുഞ്ഞു പയ്യൻ അത് ഒറ്റയ്ക്ക് എടുത്തോണ്ട് വന്നു. വണ്ടിയിൽ വെച്ച് തള്ളിക്കൊണ്ട് വന്നു. എന്നിട്ട് വണ്ടിയിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നത് പുള്ളിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാലോ. ഇത് കണ്ടോ, പുള്ളീനെ എടുക്കാൻ പോകണേ. കണ്ടോ, അത് പൊളിച്ച്. പുള്ളി ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ആരോഗ്യം നമ്മളെ പോലെ അല്ല. ഇതിന്റെ മെഷീൻ. ഇത് ചെറിയ ഗ്രൈൻഡ് ചെയ്ത പോലെ അല്ലേ, മിനുസല്ല. അപ്പോൾ പോളിഷിനായി റഫ് പോളിഷ്. ഇത് റഫ് പോളിഷ് ചെയ്യുന്ന മെഷീനും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിൽ ചെയ്തിട്ടാണ് ഇതിങ്ങനെയായി വരുന്നത്. അതിൻ്റെ അപ്പർ സൈഡോ അല്ല, അപ്പർ സൈഡ് ചെറിയൊരു മിനുസുണ്ട് അല്ലേ. ഇത് നല്ല രസമുണ്ട്. പക്ഷേ ഇത് ഇടുവാണെങ്കിൽ തെന്നി വീഴും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കൊള്ളാം. ഇതല്ലേ, ഇത് ഈ ഒരു കളർ വരുന്ന പാറയാണത്. ആ പാറ മുറിച്ച് പോളിഷ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. കൊടീശ്വരൻ. ഇവിടെ ചെറിയ പീസാക്കുന്ന ചോട്ടാവാല പീസ്. ചോട്ട പീസാ. ഇത്രയും വലുതൊക്കെ അല്ലേ. അതും പിന്നെ ഇങ്ങനത്തെ കഷ്ണം. ഇത് ഫുള്ള് ഓട്ടോമാറ്റിക് മെഷീൻ കേട്ടോ. കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ ഇത് കണ്ടോ, ഇതിപ്പോൾ പോളിഷ് ചെയ്ത് ഇറക്കി. പക്ഷേ ഇത് ഗ്രൈൻഡ് കട്ട് ചെയ്ത് വരും. അതും കൊള്ളാം. ഫുള്ള് ഇവിടെ കാര്യങ്ങൾ അടിച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള സൈസിന് കിട്ടും കേട്ടോ. കൊള്ളാം. കുഞ്ഞൊരു മെഷീനാണ്, പക്ഷെ ആൾ ഇച്ചിരി പുലിയാ അല്ലേ. എന്തായാലും നമ്മൾ നിർത്തിയത് വെറുതെ ആയില്ല ലാൻസി. പൊളിച്ച്. അതെ. ഇത് നോക്കിയേ, ഇങ്ങനെ ഡിസൈൻ വരും. ഇത് സാമ്പിള്. ഓക്കെ. ഇത് കണ്ടോ, ഇതിങ്ങനെ പീസുകളാക്കി ഡിസൈൻ ആക്കി വരും ആ മെഷീനിൽ. അത് കൊള്ളാം. അത് പൊളിച്ച്. ഇതിൻ്റെ ഇപ്പുറ സൈഡോ
ആ ഇപ്പുറ സൈഡും അങ്ങനെ തന്നെ, രണ്ട് സൈഡും ഒരേ ഡിസൈൻ. ये भी बनता है ऐसा ആ ആ कंप्लीट बनता है ऐसा ആ ഓക്കെ കൊള്ളാം അല്ലേ. ഇപ്പുറത്ത് നല്ല മിനുസുള്ളത് ആ. ഇവിടെ ഇങ്ങനെ ബാക്കിൽ അത് അവിടെ നിന്നാണ് വരുന്നത് അല്ലേ. ഓക്കെ ഇപ്പം മൊത്തത്തിൽ ഏതാണ്ട് ഒരു പ്രോസസ്സിങ് കഴിഞ്ഞു അല്ലേ. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു കമ്പനി കാണാൻ ഞാൻ ചുമ്മാ ഒന്ന് റോഡ് സൈഡിൽ പോകുമ്പോൾ ചുമ്മാ ഒന്ന് നിർത്തി ചോദിച്ചാൽ കേട്ടോ. അപ്പോൾ പുള്ളി അതിനെന്താ, എന്നിട്ട് നമ്മുടെ ചാനലൊക്കെ എടുത്ത് നോക്കിയിട്ട് ധൈര്യമായിട്ട് എടുത്തു, ഒന്നും പേടിക്കാല്ലേ, ധൈര്യമായിട്ട് എടുത്തോളാം പറഞ്ഞിട്ടോ. ഇതാട്ടോ ഞങ്ങൾ കയറിയ കമ്പനീൻ്റെ ഫ്രണ്ട് ഫുള്ളൊരു വ്യൂ ഇതാണ് വരുന്നത്. ഇത് മൊത്തം ഈ ഒരു ഒറ്റ കമ്പനിയാണ്, പ്രൈവറ്റ് കമ്പനി, ബാലാജി സ്റ്റോൺസ് എന്നാണ് കേട്ടോ. പക്ഷേ മൊത്തത്തിലൊരു അല്ലേ ഒരു ഏരിയ നിറച്ചുണ്ട്, എല്ലാവിധ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി സാമ്പിളിൻ്റെ റേറ്റ് ഒന്ന് നോക്കാം കേട്ടോ. ये लाइनिंग ये शॉर्ट ब्लास्ट ആ ये शॉर्ट ब्लास्ट ലൈനിങ് ഉള്ളത് ഇതൊക്കെ സൂപ്പറാണ്. ഇതൊക്കെ എവിടെ ഇട്ടാൽ തെന്നിയൊന്നും എടുത്ത് പേടിക്കണ്ട. वो इधर ആ वो मत लाइन मारा है ലൈനിങ് ये अलास्का पे लाइन मारा हुआ है അലാസ്ക ലൈൻ वो റേറ്റ് ये पे अलास्का रेट तो इसका 200 200 वो ये 180 180 अलग अलग रेट है പല പല റേറ്റ് ആട്ടോ. മാക്സിമം റേറ്റ് കിട്ടുന്ന പൈസ देखो 150 से चालू 150 രൂപ തൊട്ട് മുകളിലേക്ക് റേറ്റ് ഉണ്ട് കേട്ടോ. वो लेदर है ലെതർ 90 रुपीस ഇതിന് 90 രൂപ ഉള്ളൂ കേട്ടോ സ്ക്വയർ ഫീറ്റ്. ഇതും ചെറിയൊരു ഗ്രിപ്പ് പോലെ ഉണ്ട് അല്ലേ, രസമുണ്ട് കാണാൻ. ഇത് ടൈൽസിൻ്റെ വലുപ്പത്തിലുള്ള പീസ്. നമ്മുടെ നാട്ടിലത്തെ വെച്ച് നല്ല വ്യത്യാസമുണ്ട്. ये भी मारा हुआ है ये भी मारा हुआ है ഇത് 3 ഡിസൈൻ ആട്ടോ വരുന്നത്. ഇത് കിतना റേറ്റ് ये 50 रुपए पर पीस 50 रुपीस पीस ओके पीस पीस 80 रुपीस फुट है 80 प्लस 50 ये टाइल्स है टाइल्स ടൈൽസ് टाइल्स അത് കൊള്ളാമല്ലോ. ബ്ലാക്ക് ടൈൽസ് ആട്ടോ അത്. ഇത് വൈറ്റ് ടൈൽസ് അത് ഇറ്റാലിയൻ ये गोल्ड अलास्का गोल्ड ഗോൾഡ് അലാസ്ക. हाँ ये नाइजीरिया जाता है एक्सपोर्ट होता है എക്സ്പോർട്ട് एक्सपोर्ट कर दिया എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധനം കേട്ടോ ഈ സാധനത്തെ. കിतना റേറ്റ് ये 180 180 സ്ക്വയർ ഫീറ്റിന്. तो इसमें ये 140 प्लस 50 ये 200 पड़ेगा 200 ഒക്കെ 200 കേട്ടോ. അങ്ങനെ പല റേറ്റാണ്. ഓക്കെ ഇപ്പോൾ സംഭവം ട്രാൻസ്ഫോർ ഇരിക്കണമെങ്കിൽ ये देखो ये मशीन बनाया ये ഡിസൈൻ മെഷീൻ. ഇതൊക്കെ ഡിസൈൻ മെഷീനിൽ ചെയ്യുന്ന കേട്ടോ. ഓക്കെ शॉर्ट ब्लास्ट ഓരോ മോഡലും കാര്യങ്ങളൊക്കെയാണ്. ग्रीन पर वो बहुत कॉस्टली है 300 रुपीस पर फुट സ്ക്വയർ ഫീറ്റ്. ഇതാണ് ഏറ്റവും ഗ്രീൻ पर लाइनिंग मार के सो हॉर्न ब्लास्ट क्या ഇതാണ് ഏറ്റവും വിലയുള്ള സാധനം കേട്ടോ. 300 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത്. പക്ഷെ അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിൽ ഓരോ മോഡലുകളും ബെറ്റർ ബെറ്റർ എന്നൊക്കെ പറയില്ല, അതുപോലെ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനേ. ഇത് കണ്ടോ, ഇതുണ്ടോ, ഇതൊക്കെ കണ്ടോ, എന്താ ഭംഗിയുന്നുണ്ടോ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ എല്ലാം. അങ്ങനെ തന്നെ കേട്ടോ, ഒന്നിനൊന്ന് വെച്ചെന്നൊക്കെ പറയണ പോലെയാണ് എല്ലാം, അടിപൊളിയായിട്ടുണ്ട് എല്ലാം. ഇതുണ്ടോ, ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയാണ്. ഒരു കല്ലിൻ്റെ ഫിനിഷിങ് പോലെ, പക്ഷെ ഒരു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവുന്ന ഒരു ഇത് കേട്ടോ. ഈ ചേട്ടനാണ് ഈ ഒരു ബാലാജി സ്റ്റോൺസ് എന്ന് പറയുന്ന സ്റ്റോൺസിൻ്റെ ഓണർ കേട്ടോ. നാം ക്യാ സാർ? അശോക് ബൻസൽ. ഓക്കെ. അപ്പോൾ നമുക്കിനി പോവാം അല്ലേ? ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. ഏകദേശം ആ കമ്പനീന്റെ എല്ലാം എടുത്തല്ലേ. ആൻസി, നമുക്ക് നാട്ടിലൊരു കമ്പനി തുടങ്ങിയാലോ? നമുക്ക് കമ്പനി തുടങ്ങിയാലോ? എന്തായാലും ഒരു ടൈപ്പായി. അതെ, ഇവരായിട്ടൊരു ടൈപ്പ് ആയിട്ടുണ്ട് നമ്മള്. വേണമെങ്കിൽ നമുക്കൊരു ടൈൽസും മാർബിൾസും ഉള്ള ഒരു കട തുടങ്ങാല്ലേ. അപ്പൊ ശരിക്കും ഈ സാധനത്തിന് ഇത്രയും വിലയൊക്കെ ഉള്ളോ? അതായത് ഇവിടെ അതേ വിലയുള്ളൂ, പക്ഷെ നമുക്ക് നാട്ടിലേക്ക് ഒരു ട്രാൻസ്പോർട്ടേഷനും കൂടി വരുമ്പോ ചെറിയൊരു പൈസയും കൂടി കൂടും. എന്തായാലും കൊള്ളാല്ലേ. ഈ ഒരു ഏരിയ മുഴുവൻ അത് തന്നെ. ഇതുണ്ടോ, ഏരിയ ഫുള്ള് അത് തന്നെ. അതായത് എവിടെയാന്നറിയോ, ഉദയ്പൂര് അഹമ്മദാബാദ് റൂട്ടാണ്. ഈ റൂട്ടിലാണ് നമ്മള് വേറെ റൂട്ട് ഇപ്പൊ ഫുള്ള് സാൻഡ് സ്റ്റോൺ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ റൂട്ട് സാൻഡ് സ്റ്റോൺ ആണ്, പക്ഷെ ഇത് ഗ്രാനൈറ്റ് ആണ്. ഇതാണ് ശരിക്കും ഞാൻ കാണണമെന്ന് ഓർത്തിരുന്ന കമ്പനികൾ. അതെ, അപ്പൊ ആ ചേച്ചിമാരെ കയ്യിലുള്ളത് എന്താണെന്നും കണ്ടില്ലേ? അതെന്താ സാധനം കണ്ടു, പക്ഷെ
എന്താണ് അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തെ, അത് വലിയൊരു ഷോറൂമാണ്. അപ്പൊ ആ ഷോറൂമിൽ എല്ലാ സാധനത്തിന്റെയും വില പറയാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. കാണുന്ന ആൾക്കാർക്ക് അതൊരു ബോറടിക്കും. അപ്പൊ ഞങ്ങളതിന് കുറച്ച് സാധനങ്ങളുടെ വിലയാണ് പുള്ളിയോട് ചോദിച്ചത്. അത് പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നല്ലൊരാള് അല്ലേ, നമ്മുടെ കൂടെ വന്ന ആളാണെങ്കിലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതില് ആ പച്ച കളർ കാണിച്ചില്ലേ, അതാണ് ഏറ്റവും വില കൂടിയത്. അതായത് 300 രൂപ അവിടെ സ്ക്വയർ ഫീറ്റിന്. പക്ഷെ എന്നെ ഭംഗിയല്ല, എല്ലാത്തിനും ഫിനിഷിംഗ് ഒക്കെ അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടം. ഇതില് പകുതി സാധനം നമ്മുടെ നാട്ടിൽ കിട്ടാത്ത. അതിന് പല കളറുകളൊക്കെ വരുന്നൊന്നും നാട്ടിൽ കിട്ടില്ല. പല കളറിന്റെ നാട്ടിലുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരെ റേറ്റ് കുറഞ്ഞിട്ടുള്ളതൊക്കെ എടുക്കാനൊക്കെ. റേറ്റ് കുറഞ്ഞു മാത്രല്ല, കൂടുതലുള്ളവർ ഇട്ടാലും ഒരു മൊത്തത്തിൽ ഒരു സൈസ് സാധനം വരുന്നതാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതായത് അല്ലാണ്ട് നമ്മൾ നാട്ടിൽ കാണാത്ത സൈസ് സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇത് ഗുജറാത്തിലേക്ക് കയറുന്നതിന്റെ ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. ഇവരെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിടുന്ന ഒരു സ്ഥലം. കൊച്ചു പയ്യനാണല്ലോ. ചേട്ടനോട് നിർത്താൻ പറഞ്ഞിട്ടാണോ എന്നറിയില്ലല്ലോ. ഇങ്ങോട്ട് ചിലപ്പോൾ സൈഡിലേക്ക് ആക്കാൻ പറഞ്ഞു. ചേട്ടന് പണി കിട്ടി. അതായത് പ്രൈവറ്റ് വണ്ടിക്കാരെ നമ്മള് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വേറെ സംസ്ഥാനത്തേക്ക് കയറുമ്പോൾ അവർ മൈൻഡേ ചെയ്യില്ല. മഹാരാഷ്ട്രയിൽ അങ്ങനെ ഗോവയെന്നൊക്കെ കയറുമ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ പോലീസുകാർ നിൽക്കുന്നത് അടുത്ത ലോറി വരുമ്പോ. അതായത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞത് രാജസ്ഥാൻ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ താടിയൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുക. എന്നെ പിടിക്കണോ? ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ ഒരു സംഭവം. അങ്ങനെ പോലീസ് ഇല്ലാതൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ചെക്ക് ചെയ്യുന്നതെന്നറിയോ, വേറൊന്നും. അതായത് മദ്യം ഗുജറാത്തിലേക്ക് മദ്യം കയറ്റാൻ പാടില്ല, അതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ എല്ലാരും കൂടി ഞങ്ങളങ്ങ് പറഞ്ഞു, ഞങ്ങൾ ശരിക്കും പേടിച്ചു. എന്നിട്ട് എന്താ മൊത്തം ചെക്ക് ചെയ്തു. എന്നിട്ട് എന്താ ചോദിച്ചാന്നറിയോ, നമ്മുടെ ചാനലിന്റെ വീഡിയോ ഒന്ന് ഡെമോ കാണിക്കും. അതായത് നമ്മുടെ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും. പറഞ്ഞപ്പോ ഞങ്ങളുടെ വീഡിയോ ഡെമോ എനിക്കാണെ കൈയും കാലും പിന്നെ ലാസ്റ്റ് ഞാൻ തന്നെ എടുത്ത് അവരെ കാണിച്ചു കൊടുത്തു. ഓ നിങ്ങളിപ്പോ പിള്ളേരൊക്കെ ഉണ്ടോ? ആ ഉണ്ട്. എല്ലാ വർത്താനൊക്കെ പറഞ്ഞു. എല്ലാം ശരി, ഇത് ഗുജറാത്താണ്, ഗുജറാത്തിൽ മദ്യം കയറ്റാൻ പാടില്ല. ബോർഡർ അല്ലേ, അതുകൊണ്ട് വീഡിയോ എടുക്കരുതെന്ന് കുത്തി പറിച്ചിട്ട് കേട്ടോ. പിള്ള ചെക്ക് ചെയ്തു, ഫ്രണ്ടിലും ബാഗ്. അപ്പൊ എന്നോട് കൊച്ചുണ്ടോന്ന്. അത് കൊച്ചുണ്ടോന്നല്ല, അല്ല, ഇവിടെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു എന്റെ ബാഗ് ചെക്ക് ചെയ്ത പോലീസുകാരൻ. കാരണം നമ്മള് കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു ഇത് മേടിച്ചില്ലായിരുന്നോ, ബാഗോ അങ്ങനത്തെ ആ സാധനം, ഒരു ഇങ്ങനെ ഒരു സെറ്റർ പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കണ്ടപ്പോ അത് പുള്ളി എടുത്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഓ ബച്ചാന്ന് പുള്ളിനോട് രണ്ടെണ്ണം എന്തിനാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു 2 പേരുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി ഓ ഓ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുള്ളിക്ക് വെച്ചിലായതൊന്നും എനിക്കറിയില്ല. ഹിന്ദി അറിയാണ്ട് നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നതൊക്കെ ശരിക്കും നല്ലതാണല്ലേ. അവരുടെ ഓരോ സംസ്ഥാനത്തേക്ക് കേറുമ്പോ അവരുടെ ഓരോ ബോർഡറുകള്. അത് വേറെ ഇവിടെ മദ്യ നിരോധിത മേഖലയാണ്, അതുകൊണ്ടാണ് ഗുജറാത്തിൽ മദ്യം കയറ്റാൻ പാടില്ല. വേറെ ഇതൊരു ഇതേപോലത്തെ ഒരു സംസ്ഥാനം ഉണ്ടല്ലോ, ബീഹാർ. ബീഹാറിൽ ഞങ്ങൾ പണ്ട് പോയപ്പോഴേ ഗവൺമെന്റ് ഇവിടെ മദ്യം കയറ്റാൻ പാടില്ല. നമ്മൾ ഇത്രയും സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവര് മൊത്തം അരിച്ചു പറക്കുന്നത്. ഉള്ളിലെങ്ങാനും എവിടെയെങ്കിലും തിരികെ വെച്ചിട്ടുണ്ടോ? അത് ഞാൻ കഴുകാത്ത തുണീന്റെ ഒക്കെ കൂടെ പുള്ളി ഇട്ട് കൈയിട്ട് ഇളക്കുമായിരുന്നു. അവരുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ നമ്മള് രാജസ്ഥാനോട് വീടൊക്കെ പറഞ്ഞ് ഞങ്ങള് ഗുജറാത്തിൽ കൂടെ ഉണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചെക്ക് പോസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ ഗുജറാത്ത് കടന്ന്. പക്ഷെ നമ്മളത് അങ്ങോട്ട് മറന്നുപോയി. അതിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. പക്ഷെ ഇവിടെ നല്ല വലിയ ഗ്രാനൈറ്റ് എന്ന് പറയുമെങ്കിലും ഗുജറാത്തിലും ഉണ്ട്. ശരിക്കും രാജസ്ഥാനിന് വലിയ കാര്യമായിട്ട് പോകുന്നില്ലല്ലോ. ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ ഒക്കെ വലിയ ഷോറൂമുകളാണ് കേട്ടോ. അത്രയില്ല. അല്ല മോളെ, നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കട്ടെ. കഴിക്കണം. 1 മണിയായി. 1:20. ചിലര് പറയുന്നില്ലേ, ഞാൻ രാവിലെ ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ ഉച്ചക്ക് ഞാൻ ഫിലഡൽഫിയയിലെ അവിടുന്ന് ലഞ്ച് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മള് രാവിലെ രാജസ്ഥാനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉച്ചക്ക്
ഗുജറാത്തി കഴിക്കാം. ഗുജറാത്തി ഫുഡ് നോക്കാം. അപ്പോൾ അതേ ഞങ്ങളൊരു ഗുജറാത്തി താലിയാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് കാശ്മീരിൽ നിന്ന് പോലും താലി കഴിക്കാൻ പറ്റിയില്ല അല്ലേ. അപ്പോൾ ആദ്യം അതിൻ്റെ കൂടെ ചപ്പാത്തിയും അതെന്താടി ചെറുപയറാണോ? ചെറുപയർ അതും കഴിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മോരും വെള്ളം ഉണ്ട് കേട്ടോ, അത് പൊളിച്ച്. പക്ഷേ വെറും 120 രൂപ ഇതിന് ഒരു ചോറിന് വരുന്നുള്ളൂ അല്ലേ. ചോറ് ഇച്ചിരി ഉള്ളൂ. അതിൻ്റെ ചാറ് പരിപ്പ് ഈ ചാറ് മെല്ലെ പറ. അതോ അത് ക്യാരറ്റാണോ ചൗമീനാണോ നൂഡിൽസാ ചൗമീനോ? ചൗമീനിട്ട് കറിയോ? അതിനുണ്ട് സൂപ്പറാ. അമ്പടാ ഇത് കൊള്ളാലോ. 2 ചപ്പാത്തി ഇത് മൊത്തം തിന്നപ്പോഴത്തേക്കും വയറെന്ന് അറിയും. അത് തിന്നു ധൈര്യമായിട്ട് തിന്നു. അപ്പോൾ എന്തായാലും ഇനി കഴിച്ചിട്ട് കാണാം അല്ലേ. അല്ല ചേച്ചി ചോറ് ബാസ്മതി റൈസാണ്. അത് നമ്മുടെ മന്തി റൈസ് പോലെ ഉണ്ട് ഗോൾഡൻ കളർ. ബീഫും മന്തി അത് കോമ്പിനേഷൻ അല്ല, ചിക്കൻ മന്തി അല്ലേ. ബീഫ് മന്തി ഉണ്ടല്ലോ അല്ലേ. അപ്പം എന്തായാലും ഇപ്പം എന്തായാലും ഇനി കഴിച്ചിട്ട് കാണാം അല്ലേ. സൂപ്പർ സാധനം അല്ലേ. ചെറുപയറും ചൗമിയും വെച്ചിട്ടൊരു കറി അല്ലേ. നമ്മുടെ ബീഫും ചിക്കനൊക്കെ തിന്നുന്ന അതേ മാറി നിന്നും നിൽക്കൂല. അത് വേറെ കാര്യം. ഇപ്പം മാറ്റി ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. ഞാനൊരു മോരുവെള്ളം മേടിച്ചു, അങ്ങനെ 2 എണ്ണം മോരുവെള്ളവും തന്നു അതിന്റെ കൂടെ. താലിന്റെ കൂടെ ഉള്ളതാന്ന് തോന്നുന്നത്. ആ താലിന്റെ കൂടെ ഉള്ള പക്ഷെ എനിക്ക് ഒരു മോരുവെള്ളമാണ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഒരു താലിലേ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ വേറൊരു കാര്യം 120 രൂപ ഉള്ളൂ. നല്ല ടേസ്റ്റ് വയറ് നിറയും. 3 ചപ്പാത്തി ഉണ്ട് അതിനകത്ത്. പിന്നെ എങ്ങനെ വയറ് നിറയാതിരിക്കും? അതെ. ഞാൻ ലാസ്റ്റ് അവര് ചോദിച്ചു ഫുഡൊക്കെ എങ്ങനെ. ഞാൻ പറഞ്ഞ നല്ല നോൺ വെജ് കറിയിട്ട് അതേ ടേസ്റ്റ് ആണ്. പുള്ളി ചിരിക്കുക. ബ്ലോക്കിൽ പെട്ടത് കേട്ടോ. നമ്മുടെ ബ്ലോക്കിൽ കൂടെ സൈഡിൽ കൂടെ വരുന്നുണ്ട് ബുള്ളറ്റ്. ഇത് കേട്ടോ ബുള്ളറ്റിന്റെ ഒരു വണ്ടിയാണ്. ബാക്കിലേക്ക് വെച്ചിട്ട് കൊട്ടവണ്ടി പോലെ കേട്ടോ. യെസ് നല്ല രസമുണ്ട്. പക്ഷെ നല്ലൊരു ബ്ലോക്കിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. അതാണ് വേറൊരു കാര്യം. 1 ബ്ലോക്കാണ്. എന്തോ വലിയ ഹൈവേയിലേക്ക് കയറുന്നതിന്റെ തോന്നുന്നു. ആണോ? പക്ഷെ ഇത് നമ്മൾ ഹൈവേ തന്നെ. ഹൈവേ 27 NH 27 കയറുന്നതിന്റെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ. നമ്മുടെ 27 കൂടി തന്നെയാണ് പക്ഷെ വരുന്നതും. അതാണ് എന്തെങ്കിലും ആക്സിഡന്റ് ഒന്നേലും ആണോ എന്നൊന്നും അറിയില്ലല്ലോ. ഒന്നും അറിയില്ല. ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ. ഇവര് ഇവിടെയുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ അടുത്ത് ഫോൺ സംസാരിച്ച് ഇവിടെ വന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയതാട്ടോ. ഞങ്ങളുടെ അടുത്ത് ജ്യൂസ് മേടിച്ചു തരാം, നിങ്ങള് സൈഡിൽ കൂടി കാരണം പുള്ളിക്ക് അതായത് സ്കൂട്ടറിൽ പുള്ളിക്ക് കാശ്മീർ പോകണമെന്നുണ്ട്. അപ്പൊ പുള്ളി എന്റെ അടുത്ത് അതാ ചോദിച്ചേ. എനിക്ക് ആദ്യം മനസ്സിലായില്ലേ. എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പുള്ളി പിന്നെ പറഞ്ഞപ്പോ എനിക്ക് കാര്യം ഓടി എന്താ സംഭവം. അപ്പൊ അത് പറഞ്ഞു ഞങ്ങളിപ്പോ ജ്യൂസ് മേടിക്കാൻ വേണ്ടിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാണ് ഞമ്മളെ പിടിച്ചോണ്ട് വേണ്ട താലി അപ്പൊ ജ്യൂസായി. അപ്പൊ ഇവരാണ് നമുക്ക് ഫുഡ് ജ്യൂസ് മേടിച്ചു തരാന്ന് പറഞ്ഞ് ഞങ്ങൾ ഫുഡ് മേടിച്ചു തരാന്ന് പറഞ്ഞ കുറേ പറഞ്ഞു കിട്ടും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡ് വേണ്ട, വയറ് നിറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ आपका नाम क्या है? अल्फात. आपका नाम? मेरा नाम गुलाम जिलानी. वो സന. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ജ്യൂസ് മേടിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുവാണ്. ഞങ്ങളിത് കരിമ്പിൻ ജ്യൂസ് ആട്ടോ കുടിക്കാൻ പോണേ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ബൈ, ധന്യവാദ്. താങ്ക് യു ശുക്രിയ. നല്ല ആൾക്കാർ കേട്ടോ. നമുക്കാണെങ്കിൽ പറയാനും പറ്റുന്നില്ല. ഓക്കെ താങ്ക് യു. സെൻട്രൽ ഫ്രഷിന്റെ കൂടെ സാധനല്ലേ അത്. ഞങ്ങൾക്ക് എന്താ കരിമ്പും വെള്ളം മേടിച്ചു തന്നു. ഒരു കുപ്പി വെള്ളം കേട്ടോ. ഇതുകൊണ്ടോ വഴിയില് നിങ്ങൾക്ക് വെള്ളം എന്താ വെള്ളം കുടിച്ചു വെള്ളം. പിന്നെ ഇതുണ്ടോ എനിക്ക് തന്നു കേട്ടോ മിഠായി. കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അത് തന്നു കേട്ടോ. നല്ലൊരു ഫാമിലി. ഞാൻ വിചാരിച്ചേ ഞാൻ വീഡിയോ എടുക്കുമ്പോ ആ ചേച്ചി മാറി നിൽക്കുമായിരിക്കും. പുള്ളിക്കാരി കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട്. കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ അവരുടെ എന്തോ ഒരു കസിനോ അങ്ങനെ ആരോ ഉണ്ട്. അപ്പൊ കേരളത്തില് ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട്. എവിടെയാന്ന് അറിയത്തില്ല, പുള്ളിക്കാരിക്ക് അറിയത്തില്ല, ഒന്ന് എവിടെയാന്ന് അറിയത്തില്ല.
നല്ലൊരു ഫാമിലി കേട്ടോ. ഞങ്ങളെ ഇങ്ങനെ ഫലം വെച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവര്. പിന്നെ അവര് എങ്ങനെ വിട്ടു എന്നുള്ള രീതിയിൽ ഇതിലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അയ്യോ വേറെ ഫുള്ളായി അല്ലേ, നമ്മുടെ മറ്റേ ഇതിന്റെ താലിന്റെ കൂടെ ഇതും കൂടെ ആയപ്പം ഇങ്ങനെ നമുക്ക് പോവാം. ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് ലേശം എണ്ണ അടിക്കാന്ന് വിചാരിച്ചേ. ഇവിടുത്തെ എണ്ണ വില എത്രയാണെന്നറിയാം? 94 രൂപ 65 പൈസ. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും കുറവ് എണ്ണ അടിക്കുന്നത് ഇവിടുന്നാണ്. അത് വിളിച്ച് ആപ്കാ നാം ക്യാ ഹൈ? രാഹുൽ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി എണ്ണ അടിച്ചു കേട്ടോ. ബാക്കി നമ്മൾ എന്താണെന്നറിയാം, മൊത്തം എണ്ണ അടിച്ചാലേ നമ്മൾ കിടക്കുന്നോടൊന്ന് ഇച്ചിരി എണ്ണ അടിക്കണ്ടേ അല്ലേ? ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു സൈഡ് ഫുള്ള് ബ്ലോക്ക് ആണ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരു 1 കിലോമീറ്ററോളം ഇങ്ങനെ വന്നൂലേ, ഒന്നല്ല അതിൽ കൂടുതൽ ഇങ്ങനെ വന്നു കേട്ടോ. അപ്പൊ ഫുള്ള് ഇങ്ങനെ കണ്ടോ, സൈഡിൽ കൂടെ ഫുഡ്, വെള്ളം, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങളിങ്ങനെ നോക്കി അവിടെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ബോർഡുണ്ട്. ഇത് അയോധ്യക്ക് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. ഇതുണ്ടോ, കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് തൊട്ടിക്കകത്തൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നുണ്ടോ. എന്തോരം ആൾക്കാരാണ്. അവിടെ അമ്പലത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് നടന്നു പോകുന്ന ആൾക്കാർ ഒരു ചിഹ്നം കാണിച്ചിട്ടുണ്ടല്ലേ. കാണിച്ചപ്പോഴാണ് എനിക്കൊരു ഡൗട്ട്. പക്ഷെ നമുക്ക് വണ്ടി നിർത്താനോ ഇത് എന്താണെന്ന് ചോദിക്കാനോ പറ്റില്ല. അമ്മ അതിൽ തിരക്കാണ്. ഇവിടെ 2 സൈഡിൽ കൂടിയാണ് കേട്ടോ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ ആൾക്കാർ മുഴുവൻ നടന്നു പോകുന്നു. എന്താണോ എന്തോ അല്ലേ, ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ബോർഡ്. അയോധ്യയിലേക്ക് നടന്നു പോകുന്നവരും തന്നെയാന്ന് തോന്നുന്നല്ലേ. എന്തോരം ജനങ്ങളാന്ന് കണ്ടോ. ഞങ്ങളിപ്പോ ഒരു 3-4 മണിക്കൂറിന് മേളിൽ പോയില്ലേ, കിലോമീറ്ററിന്റെ മേളിലായില്ലേ. എന്തോരം ജനങ്ങളാന്ന് കണ്ടോ. ഞങ്ങൾ ആ വഴിയിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് കയറ്റി വിട്ടു കേട്ടോ. കാരണം അവിടെ ഫുൾ ബ്ലോക്കാണ്. അത് എന്താണ് സംഭവം എന്ന് ഞങ്ങൾക്ക് വലിയ പിടുത്തമില്ല. അയോധ്യന്റെ പടം കണ്ടുകൊണ്ടാണ് അയോധ്യയാണെന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് ഒരാളോട് കണ്ട് ചോദിക്കാൻ ഒരാൾ പോലും വണ്ടി പോയി നിർത്താൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറഞ്ഞു തരണം കേട്ടോ. ഞങ്ങളിങ്ങനെ വേറെ ഏതോ ഒരു ഗ്രാമത്തിൽ കൂടിയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി ഹൈവേ കയറാൻ പറ്റുമേട്ടേ, കയറൂല്ലേ. അപ്പോൾ നമുക്ക് പോവാം. ഇവിടെയൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. അതുണ്ടോ, ഇതെന്ത് പാവയ്ക്കാണോ? നല്ല പടവലങ്ങ പോലത്തെ എന്തൊരു സാധനമാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ ഹൈവേ കയറി കേട്ടോ. പക്ഷേ സാഹചര്യം അത് തന്നെയാണ് കേട്ടോ. ഫുള്ള് തിരക്ക്, ഫുള്ള് പോലീസുകാർ, ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതുണ്ടോ, ഫുള്ള് നടക്കുന്ന ആൾക്കാരാണ്. എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഫുഡും കാര്യങ്ങളെല്ലാം അവർക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു പമ്പിൽ സൈഡാക്കി കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി ഡ്രസ്സ് മാറണം. കാരണം ബാത്റൂമിൽ കൊണ്ടുപോയ ഡ്രസ്സ് വെക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് ഡ്രസ്സ് മാറണം. ഇനി ആൻസിതേ അലക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് തുണി, ഒരു ബക്കറ്റ് തുണിയുണ്ട്, അതെല്ലാം അലക്കിയിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 9 മണി തന്നെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനിയും വരുന്ന വീഡിയോസിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നോടും വരെ